ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ ഞങ്ങൾ മൂന്നാറില് വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ വച്ച് മറന്നു. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ എടുക്കാറില്ലാത്ത സാധനം ഇപ്രാവശ്യം എടുത്തപ്പോഴേ എനിക്ക് തോന്നി അത് ആവശ്യത്തിന് ഉപകാരപ്പെടത്തില്ല എന്നുള്ളത്. എനിവേ നമുക്കിനി കുറച്ച് നല്ല വ്യൂസ് കാണാട്ടോ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു ബാൽക്കണി ഉണ്ട് എന്നുള്ളത്. കാരണം വേറൊരു ഫ്രണ്ടിനെ കൊണ്ടാണ് ബുക്ക് ചെയ്യിപ്പിച്ചത്. ഇന്നലെ ഞാനും ബ്രദറും ഉമ്മയായിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതുവരെയും എവിടെ ഇങ്ങനെ പോവാൻ, ഒറ്റയ്ക്ക് പോകാൻ വണ്ടിയിൽ ഓടിച്ചിട്ടൊക്കെ പോകാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ട്രെയിനോ ബസ്സോ അങ്ങനെയൊക്കെയാണ് കൂടുതൽ യൂസ് ആക്കുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഇത്രയും ദൂരമൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയില്ല ഒന്നിനും. പിന്നെ ലൊക്കേഷൻ നോക്കി പറഞ്ഞു കൊടുക്കണമല്ലോ, നമുക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ നേരം വെളുത്തപ്പോഴാണ് ബ്രദർ ബാൽക്കണി ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണുന്നത്. അതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ബാൽക്കണി ഉണ്ട് എന്നുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ചാറ്റ് വിത്ത് ബാൽക്കണി വ്യൂ. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുറത്തു പോവാം. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് അറബിക് നൈറ്റി ആണ് കേട്ടോ. ഉമ്മച്ചിക്ക് കൊണ്ടുവന്നതാണ്. ഇന്നലെ ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നു ഞാൻ നൈറ്റ് ഡ്രസ് ഒന്നും എടുത്തില്ല എന്നുള്ളത്. അപ്പൊ ഉമ്മ പറഞ്ഞു എന്നാ പിന്നെ നീ ഇതിട്ടോന്നു. പക്ഷെ എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ. ഇനി കഴുത്തിലൊക്കെ ഇങ്ങനെ വർക്കുള്ള ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതുവേ ടൈറ്റ് ഇടാറില്ല. ചിക്കെടുത്ത ടൈറ്റ് ഒക്കെ കേട്ടോ, എനിക്ക് ഇഷ്ടമാണ്. ഓ മറന്നേ ഗൈസ് വ്യൂ. ഇവിടെ ഞാനൊരു സാധനം കണ്ടു. ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഫോണിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? മരത്തിന്റെ ഇടയിൽ കൂടെ ഹോട്ട് എയർ ബലൂൺ. എങ്ങനെ അവിടെ പോയി എത്തുമെന്ന് അറിയത്തില്ല. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. നാട്ടിലെ ഇതുവരെ ചെയ്തിട്ടില്ല. സോ ഇതാണ് കേട്ടോ നമ്മളെ ബാൽക്കണി വ്യൂ. ഞാൻ ഡ്രസ് ഒന്നും മാറ്റിയിട്ടില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിലായി കഴിഞ്ഞാൽ ഞാൻ പ്രശ്നമാണ്. അതിന് ഇങ്ങോട്ടാണ് പിന്നെ ലിഫ്റ്റിലൊക്കെ ഫുള്ള് സ്റ്റെയറാണ് ഇങ്ങനെ കയറുന്നേ. ബൊഫയാണ് കേട്ടോ, ബൊഫയാണ്. എന്തൊക്കെയുള്ളത് നോക്കാം. ഇവിടെയും നല്ല വ്യൂ ആണ് കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് എടുക്കാനുള്ളൊക്കെ എടുത്തതിന് ശേഷം കഴിക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഞാൻ ബൊഫയൊക്കെ കണ്ടപ്പോ വിചാരിച്ചേ കോണ്ടിനെന്റ് ചമ്മിപ്പോയി. ഞാൻ പറഞ്ഞില്ല ഇതും ഉരുളക്കിഴങ്ങ്. ഇവരിപ്പോ ഈ ഒരു സെറ്റപ്പ് വേണ്ടായിരുന്നു. ദോശയും പൂരി ബാറ്റ്. അവരുടെ കാര്യത്തിൽ ബുഫേ. പിന്നെ ഇവിടെ കുറച്ച് വേർത്തായിട്ടുള്ളത് വ്യൂവിലിരുന്ന് നമുക്കിത് കഴിക്കാം. നമ്മുടെ വീട്ടില്, നെടുമങ്ങാടുള്ള വീട്ടില് ടെറസിന്റെ മണ്ടയിരുന്ന ഇതിനേക്കാളും അടിപൊളി വ്യൂ കിട്ടും ഗൈസ്. ഞാൻ ഒരു ദിവസം കാണിച്ചിട്ടുണ്ട്. എന്തായാലും വിശപ്പ് ഇനിയിപ്പോ അങ്ങനെ പറയാലോ. നല്ലുണ്ട്, കോഫിയൊക്കെ നല്ലുണ്ട്. 2 ദോശ, ഒരു ഇച്ചിരി സാമ്പാറ്, ചമ്മന്തി ആൻഡ് 1 എഗ്, ബോയിൽഡ് എഗ്. കുറച്ച് പ്രോട്ടീനൊക്കെ ഇരിക്കട്ടെ. ഓൾറെഡി മുട്ട കളിക്കുന്നു. അമ്മ എനിക്കൂടെ കളിച്ചമ്മ. ഉമ്മ നൈറ്റ് ആണ് കേട്ടോ. ഡ്രസ്സ് മാറ്റിട്ട് ഒരാളെ സമയമില്ല. കാരണം 9:30 വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. ഇപ്പൊ 8:30 ഇനി ഞങ്ങൾ ഒരുങ്ങിയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് ഈ കുളത്തിലൊക്കെ ഇറങ്ങി. സോ ഗൈസ്, ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ബട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തിട്ടുള്ള ഇന്നർ എടുത്തില്ല. അപ്പം എൻ്റെ ബ്രദറിൻ്റെ ബനിയനാണ് അകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ആങ്ങളെ ഉള്ളത് കൊണ്ട് എനിക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടി. അടിയില് ഷമീറൊക്കെയുടെ ബനിയനായിട്ടിരിക്കുന്നത് അകത്തിടുന്ന. അതെ, അകത്തിടുന്ന ബനിയൻ എൻ്റെ ആങ്ങളുടെയാണ്. അതുകൊണ്ട് എനിക്ക് നീ ഡ്രസ്സ് ഇടാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് കൊണ്ട് എന്ത് ചെയ്യും? ആൻഡ് എൻ്റെ ഈ കമ്മൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് താജിക്കിസ്ഥാനിൽ വെച്ചിട്ട് അവിടെയുള്ള ഫാമിലി എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഇയറിങ്സ്. ഞാൻ നാട്ടിൽ വെച്ചിട്ട് പോയതുകൊണ്ട് എനിക്ക് വന്നപ്പം എടുത്ത് യൂസ് ആക്കാൻ വേണ്ടി പറ്റി. അപ്പൊ നമുക്ക് ഇറങ്ങാം. എൻ്റെ സൺഗ്ലാസ് ഞാൻ കാറിൽ മറന്നു വെച്ചു. കാറിന്റെ കീ താഴെ ഏൽപ്പിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ലാഹുവല്ലോ താഴെ പോയി കയറി അതുണ്ടാവും. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയില്ല അത് ആലോചിച്ചിട്ട്. താഴെ പോട്ടെ. എൻ്റെ സൺഗ്ലാസ് കൈ കിട്ടാൻ എനിക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. എൻ്റെ സൺഗ്ലാസ് കിട്ടിയിട്ടോ. നേരത്തെ ഗ്ലാസ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്
എവിടെ നിന്നില്ലാത്ത ഒരു യാത്രയാണ് നമ്മള്. ഇവിടെ മൂന്നാർ വരെ ലൊക്കേഷൻ ഇട്ടു, പക്ഷെ മൂന്നാർ വന്നിട്ട് എവിടെ പോകണമെന്നുള്ളൊരു ഐഡിയ ഇല്ല. എസ്പെഷ്യലി ഞാൻ സെക്കൻഡ് ടൈമാണ്. ഏകദേശം ഒരു 12 വർഷത്തിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട് ഒരു തവണ. ഇവര് ഫസ്റ്റ് ടൈമാണ്. ഇവർ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് മൂന്നാർക്ക്. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഒരു സ്ഥലമൊന്നും അറിയാത്തതല്ല. ഗൂഗിൾ ചെയ്തിട്ട് ഒരു ലൊക്കേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറാണ് ഇവിടെ നിന്ന്. നമുക്ക് നോക്കാം എന്താവുന്നു. നമ്മള് പോകുന്ന വഴിയിൽ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇതുവരെയും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞ് ഈ ഒരു ഏരിയ ഇറങ്ങി. ദിസ് ഈസ് ദ വ്യൂ. നല്ലൊരു ചിൽ മടിയായിട്ടുള്ള ഒരു വെതർ ആയതുകൊണ്ട് നല്ല രസമുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് സീസൺ അല്ല എന്നുള്ളത് നമുക്കറിയാം. സീസൺ അല്ല, പക്ഷെ വെക്കേഷൻ ആണല്ലോ. ഞാൻ ഇനി കുറച്ച് ദിവസം ഉണ്ടാവത്തുള്ളൂ. ലോങ് ലീവിനൊന്നും വന്നേന്നുള്ളൂ. 2 വീക്സിന് വന്നതാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ഉടനെ കയറും. അപ്പൊ നമുക്ക് വേറെ എങ്ങോട്ടും പോകാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ സ്ഥലം എടുത്തത്. പക്ഷെ കുഴപ്പമില്ല, വെതർ ഓക്കെയാണ്. എന്റെ ഉമ്മ എടുത്തിരിക്കുന്ന സാരി ഉണ്ടോ? എന്റെ സാരിയാണ് ഉമ്മ എടുത്തിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഉമ്മയുടെ നൈറ്റ് ഇട്ടുണ്ടായിരുന്നേ. ഇന്ന് ഉമ്മ എന്റെ സാരിയാണ് എടുത്തിരിക്കുന്നത്. ക്യാമറ കണ്ടതിന് മതിയായി. തേയിലയാ ഇതൊക്കെ ഫുള്ള്. നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ഇവിടെ നിന്നൊരു കോഫി കൂടെ കുടിക്കാന്ന് വിചാരിച്ച് ഉമ്മ അതിനിടയ്ക്കോട്ടൊരു വടയൊക്കെ വാങ്ങിച്ചേ. ഞാൻ ഇവിടെ നൂഡിൽസ് കഴിക്കാൻ വിചാരിച്ചു. ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് വരുമ്പോഴേ, തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴേക്ക് നൂഡിൽസ് കഴിക്കും ഭയങ്കര സൂപ്പറാ. ഞാൻ ഇതുപോലെ പൊന്മുടി പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഇതുപോലൊരു വ്യൂവിലിരുന്നിട്ട് നൂഡിൽസ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നേ. ഫുൾ ഈറ്റാണല്ലോ. നൂഡിൽസ് പറയട്ടെ, കാക്ക കഴിക്കോ? ഒരു നൂഡിൽസ് പറഞ്ഞോ. നാട്ടിൽ വന്നിട്ട് ഞാൻ നൂഡിൽസ് കഴിച്ചില്ല, കുറച്ചായി. അല്ലതെന്തെന്നാ വെള്ളമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ആണോ? അയ്യോ, ഇതാ രസം കാണാൻ. എല്ലാം ഇപ്പൊ എടുത്ത് വെക്കുന്നില്ല അമ്മ. ഒരു സ്പൂൺ കൂടെ തരാൻ പറയാം, നമ്മൾ 3 പേരില്ലേ. സ്പൈസി ആയിരിക്കും, കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഐ ലവ് സ്പൈസി. പൊട്ടിപ്പോയി. പിന്നെ വേണം വേണ്ടിട്ട് അടുപ്പില്ലേ, പൊട്ടിപ്പോയി. ഒന്നും ചെയ്യില്ല. കൊള്ളാവോ അമ്മ? നല്ലുണ്ടല്ലോ. നമ്മള് വന്നിട്ട് ഇന്നലെ ഇറങ്ങിയതിനു ശേഷം എല്ലാ ഫുഡും അടിപൊളിയാ അല്ലേ? കഴിച്ച എല്ലാം അടിപൊളിയാണ്. നമ്മള് മീശപ്പുലിമല പോകാൻ വേണ്ടിയിട്ടാണ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഘട്ടം വരെ എത്തിയപ്പോഴത്തേക്കും അങ്ങോട്ട് അലോ ചെയ്യത്തില്ല. ഇവിടെ നിന്ന് വേറെ റൂട്ട് വഴിയൊക്കെ പോകണമെന്ന് പറഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഇവിടെ നിന്ന് പോകാൻ പറ്റുന്ന കൊളുക്കുമല. അപ്പൊ കൊളുക്കുമല പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി അവർ വിടുന്നില്ല. അതായത് നമ്മുടെ കാർ അവർ അലോ ചെയ്യത്തില്ല. പകരം ഇവിടുന്ന് ജീപ്പിൽ വേണം പോകാനേ. അപ്പൊ ജീപ്പിൽ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ജീപ്പിന് 3100 രൂപ. ഈവൻ നമ്മൾ ഒരാളാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ജീപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ ആ റൈഡിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത് 3200 രൂപയാണ്. ഞങ്ങൾ 3 ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മൾ വിചാരം ഒരു 15 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ എത്തുമായിരുന്നു മീശപ്പുലിമല. അപ്പം അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറാന്ന് വരെ നോക്കുമ്പോൾ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനിടയ്ക്ക് വേറൊരു ടീംസിനെ കൂടെ സെറ്റ് ആക്കിയിട്ട് അവരും കൂടെ ചേർത്തിട്ടാണ് ഇപ്പൊ പോകുന്ന 6 പേരായിട്ട്. ഇവിടെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അറിയുന്നു, മുന്നേ അറിയത്തില്ലായിരുന്നു. ഇവിടെ വരുന്നവരൊക്കെ ഓരോ ഗ്രൂപ്പായിട്ടാണ് കയറി പോകുന്നത്. അപ്പൊ നമ്മൾ 3 പേരുള്ളതുകൊണ്ട് ഇത്ര എമൗണ്ട് കൊടുക്കണം. നമ്മൾ ഷെയർ ആക്കുന്നുണ്ട്, അതിന്റെ പകുതി എമൗണ്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ വണ്ടി അവിടെ കടത്തി വിടില്ല ഗൈസ്. ഞങ്ങളുടെ പാർക്ക് ചെയ്തു. അത് സെപ്പറേറ്റ് ഒരു 80 റുപ്പീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു QR കോഡൊക്കെ ഉണ്ട്. ആ QR കോഡിൽ ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റും ചെയ്താൽ നമുക്ക് ജീപ്പിൽ കയറി പോവാം. ഓഫ് റോഡാണ്. 3 മണിക്കൂർ ട്രിപ്പാണ്. എന്താവും എന്തോ അറിയില്ല.
നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ട്രിപ്പ് എന്തെങ്കിലും പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ ഉമ്മക്ക് ഓക്കെ ആവുമെന്ന് അറിയത്തില്ല. ഉമ്മ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനത്തെ ഓഫ് റോഡ് ട്രിപ്പ് ഒക്കെ. എനിക്ക് മറ്റേ നമ്മളെ വണ്ടി എന്തുകൊണ്ട് അവർ അലോ ചെയ്തില്ല എന്നുള്ള ബുക്ക് എനിക്ക് മനസ്സിലായി. മറ്റേ റോഡില്ല, റോഡ് നെല്ലില്ല. വണ്ടിയില്ല. അയ്യമ്മ ഇത് ഒരു 1.5 ഓഫ് റോഡായി പോയി. ഭയങ്കര ഡേഞ്ചറാണ് വഴി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓഫ് റോഡ് എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇത്ര ഓഫ് റോഡാണ്. എന്റെ തോളൊക്കെ ചത്ത്. ഇത്ര ഓഫ് റോഡാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഉമ്മ പിന്നെ സെന്ററിൽ ഇരിക്കുന്നുണ്ട്, ഞെരിങ്ങിയിരിക്കുന്നുണ്ട്. എനിക്കാണ് ഈ തോള് പോയിട്ട് ഇരിക്കുന്നു. ഒന്നും കാണാൻ ആസ്വദിക്കാനും പറ്റുന്നില്ല. പോയി തല്ലുന്നു. നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയി. ഈ വണ്ടി നമ്മളെ വണ്ടീന്റെ ഡിക്കിടിച്ചു ബാക്കില്. നമ്മൾ എവിടെ വണ്ടി ഒരുക്കിയിരിക്കണം എന്നറിയോ? തേയിലത്തോട്ടത്തിന്റെ ഇടയില്. വണ്ടി വരുന്ന ഇവിടെ ആരെ കൊടുത്തയാന്ന് നമ്മൾ വണ്ടി നമ്മുടെ ബാറ്റിലൊക്കെ നല്ല മഴയാണ്. ഷെയറിങ്ങിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് കയറണമെന്ന് വിചാരിച്ചിട്ട് ഷെയറിങ്ങിന് കൊണ്ടുവന്നപ്പോ അവര് മഴ വന്നപ്പോ തന്നെ തിരിച്ചു പോവാന്ന് പറയുന്നുണ്ട്. പിന്നെ ഇടി മിന്നലും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് മേലെ പോണ്ട പറഞ്ഞ് നമ്മളിപ്പോ ആ പകുതി വഴിക്ക് തിരിച്ചു പോവാണ്. പിന്നെ ഒരു കാര്യം, അവിടെ വ്യൂ പോയിന്റ് ആണ്. സോ അവിടെ കയറിയിട്ട് ഇപ്പൊ നമുക്ക് കുടയും കാര്യങ്ങളൊന്നുമില്ല. നമ്മള് അറിഞ്ഞില്ല മഴ വേണം. മേളിൽ കയറിയപ്പോഴാ മഴ സ്റ്റാർട്ട് ചെയ്തു. നല്ല മഴ. അപ്പോ ഞാൻ അവര് ഭയങ്കര മൂശാട്ടയാണ്. അവർക്ക് കയറണ്ട അത്ര. അവര് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. നമുക്ക് മകളിൽ കയറണം. അപ്പൊ 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് ആണ്. അതെ, ക്ലിയർ ആയി. പക്ഷെ മഴ വീണ്ടും എപ്പോഴാ പെയ്യാന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് അതെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. പിന്നെന്താ വെച്ചാൽ വഴി ഭയങ്കര സ്ലിപ്പറിയാണ്. ഇല്ല കൊഞ്ചം റിസ്ക് ചെയ്താ ഇരിക്ക്. അതനാല പരവായില്ല, നമുക്ക് റിസ്ക് എടുക്കണ്ട. നമ്മള് യാത്ര വന്നിട്ട് കഷ്ടപ്പെട്ടോ. ഇപ്പോഴും നല്ല ഇടി വെട്ടുന്നുണ്ട്. വേണ്ടമ്മ, നമുക്ക് തിരിച്ചു പോവാം. പൈസ പോണെങ്കിൽ പോട്ടെ, നമുക്ക് നമ്മുടെ സേഫ്റ്റിയാണ് വേണ്ടത്. ട്രിപ്പ് വന്നിട്ട് നമ്മള് ഫുള്ള് എന്തെങ്കിലുമൊക്കെ ഈ അവസ്ഥയില് ഉമ്മാനൊക്കെ നമ്മളെന്നെ കുഴപ്പമില്ല, അരിഞ്ഞാനും കുഴപ്പമില്ല, അങ്ങനെയൊന്നും കുഴപ്പമില്ല. പക്ഷെ ഉമ്മയൊക്കെ നമ്മൾ അങ്ങനെ കൊണ്ട് കഷ്ടപ്പെടുത്തട്ടല്ലോ. സാരമില്ല, നമുക്കല്ല. എനിക്കിവിടെ എന്താണെന്നറിയാം, എന്റെ വൈബ് എന്താണെന്നറിയോ ഉമ്മ? കൊണ്ട് ഇല്ല
അതെ അതെ ഞാൻ ഉള്ളിടത്ത് എന്റെ മുടിയൊക്കെ കഴിഞ്ഞ് അതെ ഐസ് വെള്ളം ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അവസ്ഥ ഭയങ്കര മോശമാണ് ഭയങ്കര മോശം എല്ലാം മൊത്തം ഇപ്പൊ പറഞ്ഞ ഉമ്മന്റെ തലമുണ്ടയ്ക്ക് അടിക്കും എന്തോ ഒരു വല്ലാത്ത ഫീല് ഇഷ്ടപ്പെടുന്നില്ല ഫീല് നമ്മൾ ആക്ച്വലി എന്താ പറയാ ഈ മരത്തിന് താഴെ നിൽക്കരുതെന്നാണ് മഴ പെയ്യുമ്പോ എന്ത് പറയുന്നില്ല ഞാൻ ഓക്കെ ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ 3200 രൂപ ആണൊരു ജീപ്പിന് അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1600 രൂപയായി. അപ്പൊ എങ്ങനെയാന്ന് പറയുമ്പോ 50-50 ആണല്ലോ. അപ്പൊ അവർക്ക് മേലെ പോകണ്ട, ബിക്കോസ് മഴ. എന്തൊരു പേടുത്തൊരു ആൾക്കാരാണോ, അവർക്ക് മഴ പറ്റൂല, അവർക്ക് മിന്നൽ ഇടിയൊക്കെ കേട്ടപ്പോ അവർക്ക് പേടിയായിട്ട് തിരിച്ചു പോകണം. ഡ്രൈവർ സമ്മതിച്ചില്ല. ഡ്രൈവർ പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ വന്നത്, നമ്മളും കൂടെ മീൻസ് പൈസ കൊടുത്തിട്ടല്ലേ വന്നത്, നമ്മളെ ഇഷ്ടം നോക്കണം. പക്ഷെ അവര് നമ്മളടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും സത്യം പറയണ നമുക്ക് മേഖലയിലോട്ട് പോവണ്ട, അത്രയ്ക്കും മഴയുണ്ട്, മിന്നല ഇടിയൊക്കെ ഉണ്ട്, പേടിച്ചിട്ടാണ്. പിന്നെ ഉമ്മയുണ്ട്, അവിടെ കയറിയിട്ട് വ്യൂ കാണാൻ പറ്റത്തില്ല. മഴ കൊള്ളാനാണെങ്കിൽ അതിന്റെ മണ്ടയിൽ കയറേണ്ട ആവശ്യമില്ല, എവിടെ നിന്നാലും കൊള്ളാം. ബട്ട് നമ്മളെയും ഇഷ്ടത്തിന് തന്നെയാണ് താഴെ വന്നത്. പക്ഷെ താഴെ വന്ന് ഇവിടെ ഇറങ്ങിയതിനു ശേഷം എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീല്. പോണായിരുന്നോ, പോണ്ട എന്നാലും. പിന്നെ എനിക്ക് വയ്യാണ്ടായിട്ടിരിക്കുകയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓഫ് റോഡ് സീനാണ്. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും നല്ല പെയിൻ ഉണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ പെയിനൊക്കെ ശരി എന്താണെന്ന് അറിയും. ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്, നല്ല ലെങ്ത് കൂടി പോയിട്ടുണ്ടാവും. ഇതിനപ്പുറം പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ബ്ലോഗിൽ വരാം. കാരണം ഈ മഴയത്ത് ഈ ഫോൺ ഇങ്ങനെ പൊക്കി പിടിക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല. ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു വീണ്ടും പോകാൻ വേണ്ടിയിട്ടൊക്കെ വീണ്ടും അല്ല, പോകാണ്ട് നിൽക്കുന്നതായിരിക്കും. പക്ഷെ എന്തുകൊണ്ടും പോകാതിരിക്കുന്നത് നല്ലതെന്ന് ഞാൻ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് അവരെ പോകാണ്ടാക്കട്ടെ. അവരെ പൈസ ഞാൻ സേവ് ചെയ്യിപ്പിച്ചിട്ട് അവരെ ഞാൻ രക്ഷിക്കട്ടെ ഗൈസ്. എന്നിലെ ആ ഒരു രക്ഷക ഉണർന്നിരിക്കുകയാണ്. ഭയങ്കര റിസ്ക്കാണ്. എൻ്റെ ബാഗൊക്കെ പോയി ഗൈസ്. എനിക്ക് വയ്യ. ഈ യാത്ര അടിപൊളിയൊക്കെ തന്നെയാണ്, പക്ഷെ ഈ ഒരു കണ്ടീഷൻ, ഞാൻ പീരീഡ്സ് ആയിട്ട് എനിക്കിന്ന് 3 ദിവസമായി. അത്യാവശ്യം ഒക്കെ അല്ലാത്തോണ്ടേ പറ്റുന്നില്ല ഗൈസ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് കാണാം. ബൈ ബൈ.